വെൽക്കം ടു എജുബോർഡ്. ഇറ്റ്സ് മീ നിംന. മക്കളെ, നമ്മുടെ എക്സാം ഇങ്ങ് അടുത്തെത്തിക്കഴിഞ്ഞു അല്ലേ. നമുക്ക് എല്ലാവരും നല്ല പഠനത്തിലായിരിക്കും. ചാപ്റ്റേഴ്സ് എല്ലാം പെട്ടെന്ന് പഠിക്കുന്ന തിടുക്കത്തിലായിരിക്കും എന്നറിയാം. നമുക്ക് നോക്കിയാൽ അതിൻ്റെ ഇടയിലൂടെ നമ്മുടെ ജോഗ്രഫി, പ്ലസ് ടു ജോഗ്രഫിയിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സിനകത്ത് ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്, ഇമ്പോർട്ടൻസ് ഒന്ന് നോക്കിയാലോ. റെഡിയല്ലേ മക്കളെ? ഓക്കെ, അപ്പോൾ സെറ്റാണെന്ന് കരുതുന്നു. നമുക്ക് നോക്കാം നമ്മുടെ ഏതൊക്കെ ചാപ്റ്റേഴ്സ്. നിങ്ങൾക്കറിയാലോ നമ്മുടെ പ്ലസ് ടു ജോഗ്രഫിയിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഉള്ളത് നിങ്ങൾക്ക് അറിയാലോ അല്ലേ. ഹ്യൂമൻ ജോഗ്രഫി, നേച്ചർ ആൻഡ് സ്കോപ്പ്, അതുപോലെ തന്നെ വേൾഡ് പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ, ഡെൻസിറ്റി ആൻഡ് ഗ്രോത്ത്, then human development, primary activities and population distribution, density, growth and composition, then human settlement and land resources and agriculture. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് നമുക്ക് എവിടെ പഠിക്കാണ്ട് നമുക്ക് ഓണം എക്സാമിന് പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത്രയും ചാപ്റ്റേഴ്സ് എല്ലാം പഠിച്ച് സെറ്റായിട്ട് എക്സാം വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെന്ന് കമന്റിലൂടെ അറിയിക്കുക കേട്ടോ. ഒക്കെ പഠിച്ചു കഴിഞ്ഞവരാണോ, അതോ നമ്മുടെ ജോഗ്രഫി ഭയങ്കര ടഫാണോ, ഭയങ്കര ഈസി ആണോ എന്നുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഓരോ ചാപ്റ്റേഴ്സിൻ്റെ ഒന്ന് നിങ്ങൾ വിലയിരുത്തിയതൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. നമുക്ക് നോക്കാം നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് അല്ലേ. ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ്? ഹ്യൂമൻ ജോഗ്രഫി, നേച്ചർ ആൻഡ് സ്കോപ്പ് അല്ലേ. മാനവിക ഭൂമിശാസ്ത്രം, സ്വഭാവവും വ്യാപ്തിയുമാണ് നമ്മുടെ ഒന്നാമത്തെ പാഠം. നമ്മൾ 1, 2, 3 നന്നായിട്ട് തറയായിട്ട് പഠിച്ച് നിങ്ങളിങ്ങനെ നിൽക്കുമായിരിക്കും. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഒന്നും കൂടെ ഒന്ന് പഠിക്കാൻ സ്പീഡിൽ പഠിച്ച് പോയവരുണ്ടാകും അല്ലെ. പെട്ടെന്ന് ഒന്നും മനസ്സിലാവാത്ത ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് അറിയിക്കുക കേട്ടോ എന്താ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പാഠത്തിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് വാട്ട് ഈസ് ഹ്യൂമൻ ജോഗ്രഫി അല്ലേ. നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിക്കുന്നുണ്ട് ഹ്യൂമൻ ജോഗ്രഫിയാണ് നമ്മൾ പ്ലസ് ടുവിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ പ്ലസ് 1 ജോഗ്രഫിയും പ്ലസ് 2 കൂടെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, രണ്ടും രണ്ടാണല്ലേ. അപ്പോൾ നമ്മളിവിടെ പ്ലസ് 2 ഹ്യൂമൻ ജോഗ്രഫിയാണ് പഠിക്കുന്നത്. ഈ ഹ്യൂമൻ ജോഗ്രഫി എന്താണെന്ന് അറിയണ്ടേ അല്ലെ. വാട്ട് ഈസ് ഹ്യൂമൻ ജോഗ്രഫി? എന്താണ് മാനവിക ഭൂമിശാസ്ത്രം? മനുഷ്യനും ഭൂമിയും തമ്മിൽ എന്താണ് ജോഗ്രഫിയിൽ കാര്യങ്ങൾ നമുക്ക് ഇവിടെ പഠിക്കാം. നെക്സ്റ്റ് ആണ് എന്ത്, എൻവയോൺമെന്റൽ ഡിറ്റർമിനിസം, പോസിബിലിസം ആൻഡ് നിയോ ഡിറ്റർമിനിസം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ മൂന്ന് കാര്യങ്ങൾ. എന്താണ്, പരിസ്ഥിതി നിർണയവാദം, സാധ്യതാ സിദ്ധാന്തം, നവ നിർണയവാദം. ഈ 3 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഭാഗമാണ് ഇത് നിയോ ഡിറ്റർമിനിസം. എന്താണ് നിയോ ഡിറ്റർമിനിസം? ഈ രണ്ടും തമ്മിൽ നിയോ ഡിറ്റർമിനിസം എങ്ങനെ എത്തുന്നത്? ഈ നിയോ ഡിറ്റർമിനിസം എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്ന വ്യക്തിയൊക്കെ നമ്മൾ ഈ ഒരു ഭാഗത്ത് പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 വേർഡിനൊക്കെ ഇമ്പോർട്ടൻ്റ്, 2 മാർക്കിനൊക്കെ എസ്സേ വരെ നമുക്ക് ഈ ഭാഗത്ത് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എന്ത്, ഡിഫറെൻറ്റ് അപ്രോച്ചസ് ഇൻ ജിയോഗ്രഫി അല്ലേ. എന്താണ്, ഭൂമിശാസ്ത്രത്തിലെ വ്യത്യസ്ത സമീപനങ്ങളാണ് ഇവിടെ ചോദിക്കുന്നത്. നെക്സ്റ്റ് ആണ് എന്ത്, സബ് ഫീൽഡ്സ് ഓഫ് ഹ്യൂമൻ ജോഗ്രഫി, മാനവ ഭൂമിശാസ്ത്രത്തിന്റെ ഉപശാഖകൾ ഏതൊക്കെയാണ്. അപ്പോൾ ഹ്യൂമൻ ജോഗ്രഫിയുടെ ഉപശാഖകൾ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അതൊക്കെ എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് സെക്കൻഡ് ചാപ്റ്റർ ഏതാണ്, ദ വേൾഡ് പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ, ഡെൻസിറ്റി ആൻഡ് ഗ്രോത്ത്. ലോക ജനസംഖ്യ വിതരണവും സാന്ദ്രതയും വളർച്ചയുമാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ. ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ഭാഗങ്ങൾ ഏതൊക്കെ, ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ജനസംഖ്യ സാന്ദ്രത? ജനസാന്ദ്രത എന്ന് പറഞ്ഞത് എന്താണ്? അതൊരു ഇക്വേഷനൊക്കെ പഠിക്കാനുണ്ട് അല്ലേ. യെസ്. നെക്സ്റ്റ് ആണ് എന്ത്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ. ജനസംഖ്യ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? അതും എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ പോപ്പുലേഷൻ ഗ്രോത്ത്, ജനസംഖ്യ വളർച്ച. ദെൻ കോമ്പോണൻസ് ഓഫ് പോപ്പുലേഷൻ ചേഞ്ച് അല്ലെ, ജനസംഖ്യ മാറ്റത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ ഓരോ ഭാഗം എന്താണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് തേർഡ് ചാപ്റ്റർ ആണ് ഇത് പറയുന്നത് ഹ്യൂമൻ ഡെവലപ്മെന്റ് അല്ലെ, മാനവ വികസനമാണ് നമ്മുടെ 3ാമത്തെ പാഠം. ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. എന്താ മക്കളെ ഗ്രോത്ത്? വാട്ട് ഈസ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്? വളർച്ചയും വികസനവും രണ്ടാണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പൊ എന്താണ് വളർച്ച, എന്താണ് വികസനം എന്നൊക്കെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ആണത് 4 pillars ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ്.
മാനവ വികസനത്തിൻ്റെ 4 നെടും തൂണുകൾ. ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൻ്റെ 4 പില്ലേഴ്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ഒരു പില്ലർ 2 പില്ലറൊക്കെ ചോദിക്കാം, നമുക്ക് പഠിച്ചു വെക്കാം. നെക്സ്റ്റ് ആണ് എന്ത്? അപ്രോച്ചസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. മാനവ വികസനത്തിൻ്റെ സമീപനങ്ങൾ, അപ്രോച്ചസും എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ മെഷറിങ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. മാനവ വികസനം എങ്ങനെയാണ് അളക്കുന്ന ഒരു മെഷറിങ് സിസ്റ്റം എന്താണ്? മെഷറിങ് ഒക്കെ അളവുകോലൊക്കെ എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് നമ്മുടെ 4th ചാപ്റ്റർ ആണ് ഏത്? പ്രൈമറി ആക്ടിവിറ്റീസ് അല്ലേ, പ്രാഥമിക പ്രവർത്തനങ്ങൾ. പ്രൈമറി ആക്ട് വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്, ഒരു ബിഗ് ചാപ്റ്റർ എന്ന് പറയാം അല്ലേ. ഒരുപാട് നമ്മൾ പഠിക്കുന്നത് ഇതിനകത്ത്. നമുക്കിതിലെ ടോപ്പിക്സ് ഒക്കെ പാസ്റ്ററാലിസം, മൃഗപരിപാലനം അല്ലെ. ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഒരുപാട് പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. ട്രാൻസ് ഹ്യൂമൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ കൊമേഴ്ഷ്യൽ ലൈഫ് സ്റ്റോക്ക് റിയറിങ് അല്ലെ, വാണിജ്യാടിസ്ഥാനത്തിലുള്ള കാലി വളർത്തലും എന്താണ്? ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്. നെക്സ്റ്റ് ആണ് എന്ത്? അഗ്രികൾച്ചർ, കൃഷി അല്ലെ, അഗ്രികൾച്ചർ. അതൊരു ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്. എന്ത്? പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ, പ്രാകൃത ഉപജീവന കൃഷിയും അതുപോലെ തന്നെ ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ, തീവ്ര ഉപജീവന കൃഷിയും എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ, ഉപജീവന കൃഷി. ദെൻ നെക്സ്റ്റ് ആണ് എന്ത്? പ്ലാന്റേഷൻ അഗ്രികൾച്ചർ അല്ലേ, അതും എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഡയറി ഫാമിങ്, ക്ഷീരോത്പാദനം. അതുപോലെ മെഡിറ്ററേനിയൻ അഗ്രികൾച്ചർ, അതുപോലെ തന്നെ ഫാക്ടറി ഫാമിങ്, ട്രക്ക് ഫാമിങ്, കോപ്പറേറ്റീവ് ഫാമിങ് ആൻഡ് കളക്റ്റീവ് ഫാമിങ്. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ട്രക്ക് ഫാമിങ്, അതുപോലെ തന്നെ മെഡിറ്ററേനിയൻ ഫാമിങ്ങും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2 ഭാഗങ്ങളുണ്ടല്ലോ, ഇതും എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഇത് 2 കമ്പയർ ചെയ്ത് പഠിക്കുക. സഹകരണ കൃഷിയും കൂട്ടുകൃഷിയും നമ്മളുടെ ഒരു കമ്പാരിസൺ എന്ത് ചെയ്യുക? പഠിക്കുക. ദെൻ നെക്സ്റ്റ് ആണ് എന്ത് പറയുന്നത്? മൈനിങ് അല്ലെ, ഖനന രീതികൾ. 2 രീതിയിലുള്ള മൈനിങ് ഉള്ളത്. എന്താ? സർഫസ് മൈനിങ്ങും ഉപരിതല ഖനനം, മറ്റൊന്ന് എന്താണ്? അണ്ടർഗ്രൗണ്ട് മൈനിങ് അല്ലെ, ഭൂഗർഭ ഖനനങ്ങളാണ്. അപ്പോൾ അത് 2 എന്ത് ചെയ്യുക? പഠിച്ച് വയ്ക്കാം. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് എവിടെ വരുന്നത്? നമ്മുടെ പ്രൈമറി ആക്ടിവിറ്റീസ്, പ്രാഥമിക പ്രവർത്തനങ്ങൾ എന്ന ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് വരുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ടിൽ നമുക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് നോക്കാം. ഏതാണ്? പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ, ഡെൻസിറ്റി, ഗ്രോത്ത് ആൻഡ് കോമ്പോസിഷൻ അല്ലെ, ജനസംഖ്യ വിതരണം, സാന്ദ്രത, വളർച്ചയും ഘടനയും നമ്മുടെ ചാപ്റ്റർ ആണ്. അതിൽ വരുന്ന പ്രധാന ടോപ്പിക് ആണ് എന്താണ്? നാച്ചുറൽ ഗ്രോത്ത് ഓഫ് ഇന്ത്യൻ പോപ്പുലേഷൻ, ഇന്ത്യയുടെ സ്വാഭാവിക ജനസംഖ്യ വളർച്ച. ദെൻ പോപ്പുലേഷൻ ഗ്രോത്ത് എന്താണ്? ജനസംഖ്യ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ പോപ്പുലേഷൻ കോമ്പോസിഷൻ, ജനസംഖ്യ സമൃദ്ധത വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ 3 ടോപ്പിക്കുകളാണ്. നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ഇത് പറയുന്നത് ഹ്യൂമൻ സെറ്റിൽമെന്റ് അല്ലെ, മനുഷ്യ അധിവാസ കേന്ദ്രങ്ങൾ. ഒരു സിമ്പിൾ ചാപ്റ്റർ ആണല്ലോ, അത് പഠിച്ചത് വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ്. എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ റൂറൽ സെറ്റിൽമെന്റ് ആൻഡ് അർബൻ സെറ്റിൽമെന്റ് അല്ലെ, ഗ്രാമീണ അധിവാസ കേന്ദ്രങ്ങളും അതുപോലെ തന്നെ നാഗരിക അധിവാസ കേന്ദ്രങ്ങളും തമ്മിലുള്ള വ്യത്യാസം. നെക്സ്റ്റ് എന്താണ്? ടൈപ്സ് ഓഫ് റൂറൽ സെറ്റിൽമെന്റ് അല്ലെ, ഗ്രാമീണ വാസ കേന്ദ്രങ്ങളുടെ തരം തിരിവ്. 4 ടൈപ്സ് ഒക്കെ ഉണ്ട്, നന്നായിട്ട് പഠിക്കുക കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ എവല്യൂഷൻ ഓഫ് ടൗൺസ് ഇൻ ഇന്ത്യ, ഇന്ത്യൻ നഗരങ്ങളുടെ പരിണാമ പ്രക്രിയ. ഇപ്പം നമുക്കറിയാം ആൻഷ്യന്റ് ടൗൺസ്, മിഡീവൽ ടൗൺസ്, പഠിക്കുന്നുണ്ട്. അത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഏതൊക്കെ നമുക്ക് 1 വേർഡ് ഒക്കെ ചാൻസ് കൂടുതലാണ്. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ടൗൺസ്, എന്താണ്? നഗരങ്ങളുടെ വർഗീകരണം. ഇത്രയും ഭാഗങ്ങൾ എന്താണ്? വളരെ 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 ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് ലാസ്റ്റ് ചാപ്റ്റർ ആണ് ഇത് പറയുന്നത് ലാൻഡ് റിസോഴ്സസ് ആൻഡ് അഗ്രികൾച്ചർ, ഭൂസമ്പത്തും കൃഷിയുമാണ് ലാസ്റ്റ് ചാപ്റ്റർ. ഈ ചാപ്റ്റർ നമുക്ക് എന്തൊക്കെ പഠിക്കാണ്ട്? ഒന്ന് ക്രോപ്പിംഗ് സീസൺ ഇൻ ഇന്ത്യ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ വിളവെടുപ്പ് കാലങ്ങൾ അത് പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ
ടൈപ്സ് ഓഫ് ഫാമിങ് അല്ലേ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൃഷി രീതികൾ, അതായത് റെയിൻ ഫുഡ് ഫാമിങ്, ഡ്രൈ ലാൻഡ് ഫാമിങ്, വെറ്റ് ലാൻഡ് ഫാമിങ് നിങ്ങൾ പഠിച്ചു വെക്കുക. ചിലപ്പോൾ ഇത് 1 2 ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ടത് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ആണ് എന്ത്, ക്രോപ്സ് ആൻഡ് ക്രോപ്പിംഗ് പാറ്റേൺസ് അല്ലെ, വിളകളും വിള രീതികളും. അപ്പം നമുക്കറിയാം ഏതൊക്കെയാണ് ഫുഡ് ക്രോപ്സുകൾ ഉണ്ട് അല്ലേ, ധാന്യ വിളകളുണ്ട്. ഏതൊക്കെയാണ് ഫുഡ് ക്രോപ്സുകൾ? നെല്ല്, ഗോതമ്പ്, അതുപോലെ തന്നെ ജോവർ ഒക്കെ വരുന്നുണ്ട്. പിന്നെ നെല്ലും ഗോതമ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ നെല്ലും ഗോതമ്പൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ, ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം എത്ര പെർസെൻറ്റേജ് ആണ് നമുക്ക് ടെക്സ്റ്റിൽ പഠിക്കാണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ആണ് എന്ത്, ക്യാഷ് ക്രോപ്സ് അല്ലെ, നാണ്യ വിളകൾ. ഫോർ എക്സാമ്പിൾ ആയിട്ട് ക്യാഷ് ക്രോപ്സുകൾ ഏതൊക്കെയാണ്? റബ്ബർ, കരിമ്പൊക്കെ നമുക്ക് അവിടെ ഉൾപ്പെടുത്തുക. കരിമ്പ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. നെക്സ്റ്റ് ആണ് എന്ത്, ഓയിൽ സീഡ് ക്രോപ്സ് അല്ലേ, എണ്ണ കുരു വിളകൾ. ഫോർ എക്സാമ്പിൾ പീനട്ടൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ നിലക്കടല, അതുപോലെ സൂര്യകാന്തിൻ്റെ വിത്ത്, ദെൻ കടുകൊക്കെ നമുക്ക് എവിടെ വരാൻ പറ്റും? ഓയിൽ സീഡുകളാണ്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ഭാഗമാണ് എന്ത്, ഫൈബർ ക്രോപ്സ് അല്ലെ, നാരുവിളകൾ. ഏതൊക്കെയാണ് നാരുവിളകൾ? ഒന്ന് നമ്മുടെ പരുത്തി, ഏതാണ് ചണം. ഇതും എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ആണ് എന്ത്, പ്ലാന്റേഷൻ ക്രോപ്സ് അല്ലെ, തോട്ടവിളകൾ. ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കിയ പ്ലാന്റേഷൻ അഗ്രികൾച്ചർ ഏതൊക്കെയാണ്? തേയില, അതുപോലെ തന്നെ കോഫി ഒക്കെ നമുക്കിവിടെ സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ പറ്റും. അത് തേയിലയും കോഫിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോഫി തന്നെ 2 ടൈപ്സ് ഒക്കെ ഉണ്ടല്ലേ, അറബിക്ക, റോബസ്റ്റ ഒക്കെ പറഞ്ഞിട്ട് അതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കട്ടെ. നെക്സ്റ്റ് ടോപ്പിക്കാണ് എന്തെന്ന് പറയുന്നത്, ഏതാണ്? പ്രോബ്ലംസ് ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ. ഇന്ത്യൻ കാർഷിക മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അപ്പം ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ലാസ്റ്റ് ടോപ്പിക്ക് എന്നുള്ളത്. അപ്പം ഇത്രത്തോളം അല്ലേ ഉണ്ടല്ലോ, ഇത്രത്തോളം നമുക്ക് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത്രത്തോളം ടോപ്പിക്സ് ആണ് നമുക്ക് ഓണം എക്സാമിന് +2 ജോഗ്രഫിയിൽ ഓരോ ചാപ്റ്ററിലായിട്ട് നമുക്ക് ചോദിക്കുന്നത്. മനസ്സിലായല്ലോ? ഡൗട്ട് കണ്ട് എന്ത് ചെയ്യുക, കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ നമുക്ക് സെറ്റാക്കാം. പിന്നെ നമുക്ക് പറയാനുള്ള മറ്റൊരു കാര്യമാണ്, ഇത് മാത്രമാണ് നമുക്ക് ജോഗ്രഫി ചോദിക്കുക, ഇതിൻ്റെ കൂടെ ആരും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകും, നമ്മുടെ ഒരു ഇന്ത്യൻ്റെ മാപ്പും കൂടെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ മാപ്പ് സ്റ്റഡിയും കൂടെ നമുക്ക് ഇതിലൂടെ നമുക്ക് നടത്തണം. അപ്പോൾ എക്സാമിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങൾക്ക് മാപ്പ് സ്റ്റഡി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്ന് കമൻറ്റിലൂടെ അറിയിക്കുക, മാപ്പ് സ്റ്റഡി വേണമെന്നുള്ളത്. അഥവാ ഇന്ന് എല്ലാവർക്കും മാപ്പൊക്കെ ഓക്കെ ആണെങ്കിലും നോ പ്രോബ്ലം. അപ്പോൾ എന്ത് ചെയ്യുക, മാപ്പും കൂടെ അല്ലേ, ചില ചാപ്റ്റേഴ്സിലൊക്കെ മറ്റേ മാപ്പിനായിട്ടുള്ള ചാപ്റ്റേഴ്സുകളൊക്കെ ഉണ്ട്, ഒക്കെ നമുക്ക് സെറ്റാക്കണ്ടേ? യെസ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നമുക്കൊരു ബൈ.